Hello everyone, welcome to Computer Science Hub. Today's topic Android Software Stack. So, our subject is Android programming. So, let's start the topic. What is this Android Software Stack? A solution stack or software stack is a set of software systems or components needed to create complete platform such that no additional software is needed to support applications. Okay, so software stack means it's a set of software systems. ഒരു set of software systems or components ആണ് and these systems or components are used to create a complete platform. ഓക്കെ സോ ഒരു കംപ്ലീറ്റ് പ്ലാറ്റ്ഫോം ആണ് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ട കംപ്ലീറ്റ് പ്ലാറ്റ്ഫോം ആണ് സോ നോ അഡീഷണൽ സോഫ്റ്റ്വെയർ ഇസ് നീഡഡ് ടു സപ്പോർട്ട് ദ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ആൻഡ്രോയിഡ് ഒ എസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ സ്റ്റാക്ക് ആണ്, സ്റ്റാക്ക് ഓഫ് സോഫ്റ്റ്വെയർ ആണ് വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻ ടു 5 സെക്ഷൻസ് ആൻഡ് 4 മെയിൻ ലെയേഴ്സ്. നമ്മളുടെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക് നമ്മൾ 4 ലെയേഴ്സ് ആയിട്ടാണ് പറയുക. ആൻഡ് വിതിൻ ദാറ്റ് 4 ലെയേഴ്സ് ദർ ആർ 5 മെയിൻ സെക്ഷൻസ്. സോ ദീസ് സെക്ഷൻസ് ആർ ഫസ്റ്റ് വൺ ഇസ് എ ലിനക്സ് കേർണൽ, നേറ്റീവ് ലൈബ്രറീസ് ഓർ മിഡിൽവെയർ, ആൻഡ്രോയിഡ് റൺ ടൈം, ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് and applications. So these 5 sections are divided into 4 layers. Okay. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഈ കമ്പോണൻസ് ആണ് സോഫ്റ്റ്വെയർ സ്റ്റാക്കിനകത്തുള്ളത്. സോ ഈ കമ്പോണൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടതും. ലിനക്സ് കേർണൽ, ലൈബ്രറീസ്, നേറ്റീവ് ലൈബ്രറീസ്, ആൻഡ്രോയിഡ് റൺ ടൈം, ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ആൻഡ് ആപ്ലിക്കേഷൻസ്. സോ ദിസ് ഈസ് ദ ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ. നമ്മളിതിനെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക് എന്ന് പറഞ്ഞാലും ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാലും ഇതാണ് പിക്ചർ. സോ നമുക്കിതൊന്ന് കാണാം, 4 ലെയേഴ്സ് കാണാം. വി ക്യാൻ സീ 4 ലെയേഴ്സ്. ഫസ്റ്റ് ലെയർ ഇസ് ദിസ് വൺ, ദിസ് ഇസ് ദ സെക്കൻഡ് ലെയർ ആൻഡ് ദിസ് ഇസ് ദ തേർഡ് ലെയർ ആൻഡ് ദിസ് ഇസ് ദ ഫോർത്ത് ലെയർ. ഓക്കെ, സോ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ലിനക്സ് കേർണൽ ആണ്. ആൻഡ് ഇത് മെഷീൻ, അതായത് ഈ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് മെഷീനോട് അടുത്ത് ഹാർഡ്വെയറിനോട് ക്ലോസ് ആയി നിൽക്കുന്ന ലെയർ ആണ്. ആൻഡ് ഈ ലെയർ ആണ് ഏറ്റവും ടോപ്പ് ലെയർ ആണ് യൂസറിനോട് ക്ലോസ് ആയി നിൽക്കുന്ന ലെയർ. ഓക്കെ, സോ ബോട്ടം ലെയർ അല്ലെങ്കിൽ ഫസ്റ്റ് ലെയറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലിനക്സ് കേർണൽ ആണ്. ദെൻ സെക്കൻഡ് ലെയറിൻ്റെ അകത്ത് 2 കമ്പോണൻസ് ഉണ്ട്, നേറ്റീവ് ലൈബ്രറീസും ഉണ്ട്, അതുപോലെ ആൻഡ്രോയിഡ് റൺ ടൈം ഉണ്ട്. ദെൻ തേർഡ് ലെയറിൽ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ആണ്. ആൻഡ് ദ ലാസ്റ്റ് ലെയർ ഓർ ഫോർത്ത് ലെയർ ഇസ് ദ ആപ്ലിക്കേഷൻസ്. അതായത് നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ്, നമ്മൾ കാണുന്ന ഹോം, കോണ്ടാക്ട്സ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ലാസ്റ്റ് ലെയർ ഓർ ആപ്ലിക്കേഷൻ ലെയറിൽ ഉള്ളത്. അപ്പം നമ്മൾ യൂസർ ഇൻട്രാക്ട് ചെയ്യുന്നത് വിത്ത് ദിസ് ആപ്ലിക്കേഷൻ ലെയർ ആയിരിക്കും. ആൻഡ് ആപ്ലിക്കേഷൻ ലെയറിനെ സപ്പോർട്ട് ചെയ്യാൻ താഴെ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയർ ഉണ്ട്. ഈ കാണുന്നതെല്ലാം അതിനുള്ള കമ്പോണൻസ് ആണ്. ആക്ടിവിറ്റി മാനേജർ, വിൻഡോ മാനേജർ, കണ്ടന്റ് പ്രൊവൈഡർ, റിസോഴ്സ് മാനേജർ, ലൊക്കേഷൻ മാനേജർ, വ്യൂ സിസ്റ്റംസ്, അങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. then അതിന് താഴെയുള്ള ലെയറിൽ 2 കമ്പോണന്റ് ഉണ്ട്. ഒരെണ്ണം ആൻഡ്രോയിഡ് റൺ ടൈം ആണ്, ഡാൽവിക് VM മീൻസ് ഡാൽവിക് വെർച്വൽ മെഷീൻ. ദെൻ നേറ്റീവ് ലൈബ്രറീസ് കുറേ ടൈപ്സ് ഓഫ് ലൈബ്രറീസ് ഉണ്ട്. ഓപ്പൺ GL, ഗ്രാഫിക്, ഫ്രീ ടൈപ്പ്, SSL, മീഡിയ, SQLite, അങ്ങനെ കുറച്ച് ടൈപ്സ് ഓഫ് നേറ്റീവ് ലൈബ്രറീസ് ഉണ്ട്. ലിനക്സ് കേർണൽ എന്ന് പറയുമ്പോൾ ഹാർഡ്വെയറിനോട് ക്ലോസ് ആയി നിൽക്കുന്ന ലെയർ ആണ്. അതുകൊണ്ട് അതിൽ ഡിവൈസ് ഡ്രൈവേഴ്സ് ഒക്കെയാണ് ലിനക്സ് കേർണൽ ലെയറിനകത്ത് ഉണ്ടാവുക. നമുക്കിനി ഓരോ ലെയറും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ദ ലിനക്സ് കേർണൽ. The term kernel means core. As the name indicates, it is the heart of Android architecture that exists at the root of Android architecture. Okay, but kernel means core ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും the most important part of Android architecture and it exists at the root of Android architecture. So it is the base of software layers upon which all other layers of the Android are built. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കാം. അതായത് ഏറ്റവും ബേസ് ആണ്, ഇതാണ് നമ്മളുടെ ബേസ്. ഓക്കെ, ബേസ് ലെയർ ആണ് ഇത്. ഇതിൻ്റെ മേലേക്കാണ് ബാക്കിയുള്ള എല്ലാ ലെയേഴ്സും വരുന്നത്. അപ്പം എല്ലാ ലെയേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ബേസ് ലെയർ ആണ് ലിനക്സ് കേർണൽ. യൂസേഴ്സ് ആർ നോട്ട് അലൗഡ് ടു ഡയറക്ട്ലി ഇൻട്രാക്ട് വിത്ത് ദിസ് ലെയർ. അപ്പം നമ്മൾ നോർമൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ പഠിക്കുമ്പോഴും ഈ ഒരു കേർണൽ എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഹാർഡ്വെയറിനോട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളാണ് കേർണൽ. യൂസറിന് നേരിട്ട് കേർണലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ യൂസേഴ്സ് ആർ നോട്ട് അലൗഡ് ടു ഡയറക്ട്ലി ഇൻട്രാക്ട് വിത്ത് ദിസ് ലെയർ. All the essential hardware drivers are located in Linux kernel, which communicates with the hardware. നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ ഓരോ
ഡിവൈസ് ഡ്രൈവേഴ്സ് നമ്മൾ പറയാറുണ്ടല്ലോ, എക്സ്ട്രാ ഹാർഡ്വെയർ ഡ്രൈവേഴ്സ് ഒക്കെയും ആണ് ലിനക്സ് കേർണൽ ലെയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവരാണ് ലിനക്സ് കേർണൽ ലെയറിൽ, ദേ ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ലിനക്സ് കേർണൽ ലെയർ ആൻഡ് ദിസ് ഡ്രൈവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദിസ് ഹാർഡ്വെയർ. Linux kernel can also act as an abstraction layer between the hardware and software. സോ നമുക്ക് പറയാൻ കൃത്യമായിട്ട് ലിനക്സ് ലെയറിലാണ് ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറയാം. ഹാർഡ്വെയർ ലെയേഴ്സിനെയും സോഫ്റ്റ്വെയർ ലെയേഴ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ലിനക്സ് കേർണലാണ്. ഇറ്റ് ക്രിയേറ്റ്സ് എൻ അബ്സ്ട്രാക്ഷൻ ലെയർ ബിറ്റ്വീൻ ദിസ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. സോ ഇത്രയാണ് ലിനക്സ് കേർണലിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് ദ ഫോളോവിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ഓഫ് കേർണൽ ഇൻ ദ ആൻഡ്രോയിഡ് സിസ്റ്റം. നമ്മൾ നോർമലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുമ്പോൾ ദ ഫംഗ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുന്ന അതേപോലെ തന്നെയാണ് ലിനക്സ് കേർണലിൻ്റെ ഫംഗ്ഷൻസ് വരുന്നത്. ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ, അപ്പോൾ ഒരു ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും തമ്മിൽ ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മെമ്മറി മാനേജ്മെൻറ്റ് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലെ മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി, എല്ലാ സെക്യൂരിറ്റി സെറ്റിങ്സും ചെയ്യാൻ. പവർ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസിനെ മാനേജ് ചെയ്യുന്ന. സപ്പോർട്ട് ഫോർ ഷെയർഡ് ലൈബ്രറീസ്. ദെൻ നെറ്റ്വർക്ക് സ്റ്റാക്ക്, നെറ്റ്വർക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന. ഡിവൈസ് ഡ്രൈവർ മാനേജ്മെൻറ്റ്. ആൻഡ് ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദ കേർണൽ ഇൻ ആൻഡ്രോയിഡ് സിസ്റ്റം. ഓക്കെ, so the kernel layer കഴിഞ്ഞു. So kernel layer is the heart or core of the operating system. It is at the base layer upon which all other layers are built and it provides these functions. Next, native libraries. Native libraries എന്ന് പറയുന്നത് next to the Linux kernel is the Android's native libraries. They provide capabilities for Android's core features. ലൈബ്രറീസ് ഹെൽപ്പ് ദ ഡിവൈസ് ടു ഹാൻഡിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. അപ്പോൾ ഈ ബിൽറ്റ് ഇൻ ലൈബ്രറി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്, കോർ ഫീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ക്യാപ്പബിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈബ്രറീസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സി ലൈബ്രറീസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ നമ്മൾ കുറച്ച് എക്സാമ്പിൾ നോക്കാൻ പോവാണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേറ്റീവ് ലൈബ്രറീസിൻ്റെ കേട്ടോ. സോ സർഫസ് മാനേജർ എന്ന് പറഞ്ഞിട്ടൊരു നേറ്റീവ് ലൈബ്രറി ഉണ്ട്. അത് ആക്ച്വലി ഡിസ്പ്ലേ സിസ്റ്റംസിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിൻഡോ ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യുന്നതും 2D and 3D ഗ്രാഫിക്സ് ലെയേഴ്സ് ഫ്രം മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ആക്സസ്. So it manages the access to display subsystem and access to 2D and 3D graphic layers from multiple applications. So surface manager. നെക്സ്റ്റ് മീഡിയ ഫ്രെയിംവർക്ക് എന്നുള്ള ഈ ഒരു ലൈബ്രറീസ് യൂസ് ചെയ്യുന്നത് ഫോർ പ്ലേയിങ് ആൻഡ് റെക്കോർഡിംഗ് ഓഡിയോ ആൻഡ് വീഡിയോ ഫോമാറ്റ്സ്. ഓക്കെ, റെക്കോർഡ് ചെയ്യാനും പ്ലേ ചെയ്യാനും ഉള്ള ഓഡിയോ വീഡിയോൻ്റെ കാര്യങ്ങളാണ് മീഡിയ ഫ്രെയിംവർക്കിനകത്ത് ഉണ്ടാകുന്നത്. എസ്ക്യുലൈറ്റ്, അപ്പോൾ പേരൊന്നും നമുക്കറിയാം. എസ്ക്യുലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ SQL കേട്ടിട്ടുണ്ടല്ലോ, ഡാറ്റാബേസ് ആണല്ലോ. അപ്പോൾ ആൻഡ്രോയിഡിലുള്ള ബിൽറ്റ് ഇൻ ഡാറ്റാബേസ് ആണ് ഈ ഒരു എസ്ക്യുലൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ആൻ ആൻഡ്രോയിഡ് ഡാറ്റാബേസ് എൻജിൻ വിച്ച് സ്റ്റോഴ്സ് ഡേറ്റ. വെബ് കിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളുടെ ബ്രൗസർ ഉണ്ടല്ലോ, HTML കണ്ടന്റ് ഒക്കെ ലോഡ് ചെയ്യുന്ന ബ്രൗസർ, ആ ബ്രൗസറിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ലൈബ്രറിയാണ് വെബ് കിറ്റ്. വെബ് കിറ്റ് ഈസ് എ ബ്രൗസർ എൻജിൻ ദാറ്റ് ഡിസ്പ്ലേസ് HTML കണ്ടന്റ്. OpenGL renders 2D and 3D graphics contents on the screen. ഫ്രീ ടൈപ്പ് ഫോർ ഫോണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഫ്രീ ടൈപ്പ്. അതുപോലെ നമ്മളുടെ C റൺടൈം ലൈബ്രറി ആയിട്ടുള്ള ലൈബ്സി, ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള സംഭവമാണ് ലൈബ്സി, C റൺടൈം ലൈബ്രറി. സോ ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ നേറ്റീവ് ലൈബ്രറി എന്നുള്ള കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ദ ലിനക്സ് കേർണൽ ദിസ് നേറ്റീവ് ലൈബ്രറീസ് ആർ ദ ആൻഡ് ദേ പ്രൊവൈഡ് capabilities for Android's core features. ഇമ്പോർട്ടൻറ്റ് ലൈബ്രറീസ് പറയുമ്പോൾ സർഫസ് മാനേജർ, മീഡിയ ഫ്രെയിംവർക്ക്, SQLite ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ആൻഡ്രോയിഡ് ഡാറ്റാബേസ് ആണ്. അതുപോലെ വെബ് കിറ്റ് എന്ന് പറയുന്നത് ബ്രൗസർ എഞ്ചിൻ ആണ്. ഫ്രീ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫോണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കിയുള്ളത് നോക്കി വയ്ക്കാം. നെക്സ്റ്റ് ഓക്കെ, C റൺ ടൈം ലൈബ്രറി ലൈബ്സി ഈസ് ഓൾസോ ഇത്. ആൻഡ്രോയിഡ് റൺ ടൈം. സോ ആൻഡ്രോയിഡ് റൺ ടൈം എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ സെക്കൻഡ് ലെയർ അല്ലെ, സെക്കൻഡ് ലെയർ ഓഫ് സോഫ്റ്റ്വെയർ സ്റ്റാക്കിൽ രണ്ട് കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് കമ്പോണന്റ് ഇസ് ദ നേറ്റീവ് ലൈബ്രറീസ് ആൻഡ് സെക്കൻഡ് കമ്പോണന്റ് ഇസ് ദിസ് ആൻഡ്രോയിഡ് റൺ ടൈം. This is the third section of the architecture and available on the second layer from the bottom. In Android runtime, there are core libraries and DVM. നമ്മൾ ആ ഫിഗർ കണ്ടപ്പോൾ കണ്ടിരുന്നു DVM എന്നുള്ളത് ഡാൽവിക് വെർച്വൽ മെഷീൻ. അതാണ് DVMന്റെ ഫുൾ ഫോം, ഡാൽവിക് വെർച്വൽ മെഷീൻ, വിച്ച് ഇസ് റെസ്പോൺസിബിൾ ടു റൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ റണ്ണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ റണ്ണിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഡാൽവിക് വെർച്വൽ മെഷീൻ. നമ്മൾ ജാവ പഠിക്കുമ്പോൾ ജാവ വെർച്വൽ മെഷീൻ പഠിച്ചിട്ടുണ്ട്, JVM എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ DVM ഇസ് ഓൾസോ ലൈക്ക് ദിസ് JVM.
ബട്ട് ഇറ്റ് ഈസ് ഒപ്റ്റിമൈസ്ഡ്. അതാണ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കി വർക്കിംഗ് എല്ലാം JVM പോലെ തന്നെയാണ്, പക്ഷേ ഇറ്റ് ഈസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ മൊബൈൽ ഡിവൈസസ്. ഇറ്റ് കൺസ്യൂംസ് ലെസ് മെമ്മറി ആൻഡ് പ്രൊവൈഡ്സ് ഫാസ്റ്റ് പെർഫോമൻസ്. അപ്പോൾ ഈ ജാവ വെർച്വൽ മെഷീൻ എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ? ജാവ വെർച്വൽ മെഷീൻ ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണെന്നൊക്കെ പറയാനുള്ള കാരണം നമ്മൾ ജാവ സോഴ്സ് കോഡിനെ കൺവേർട്ട് ചെയ്ത് ജാവ കമ്പൈലർ കൺവേർട്ട് ചെയ്ത് ക്ലാസ് ഫയൽസ് ആക്കും. ആൻഡ് ഈ ക്ലാസ് ഫയൽസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. എവിടെ വേണമെങ്കിലും ഏത് മെഷീനിൽ വേണമെങ്കിലും അത് വർക്ക് ചെയ്യാം, പ്രൊവൈഡഡ് ദ മെഷീൻ ഹാസ് എ JVM. ഇപ്പോൾ JVM ഉണ്ടെങ്കിൽ JVM ഈ ക്ലാസ് ഫയൽസിനെ എല്ലാം കൺവേർട്ട് ചെയ്യും. നോർമലി ജാവയുടെ വർക്കിംഗ് അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു DVM-ഉം. പക്ഷേ ഒരു ജാവ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക നമ്മുടെ സിസ്റ്റംസ് അല്ല, ഐ മീൻ കമ്പ്യൂട്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ആൻഡ്രോയിഡ് മെയിൻലി ഇൻറ്റൻറ്റഡ് ഫോർ മൊബൈൽ ഡിവൈസസ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു മൊബൈൽ ഡിവൈസസിന് മെമ്മറി, അതുപോലെ ബാറ്ററി കപ്പാസിറ്റി, പെർഫോമൻസ്, ഇത് മൂന്നും ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ആണ്. സോ ഇത് മൂന്നും ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് JVM ആണ് ലൈക്ക് ദിസ് DVM. ഓക്കെ, DVM takes the generated Java class files and combines them into one or more .decs. ഓക്കെ, നമ്മൾ ജാവയിൽ കമ്പൈൽ ചെയ്ത് വരുന്ന ഡോട്ട് ക്ലാസ് ആണ് ഉണ്ടാവുക. ആൻഡ് അതിന് പകരം ആ ക്ലാസ് ഫയൽസ് എടുത്ത് ജാവ ക്ലാസ് ഫയൽസിനെ എടുത്ത് കൺവേർട്ട് ചെയ്ത് .decs എന്നുള്ള ഫയൽസ് ആക്കും. Goal of the DVM, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Goal of the DVM is to find every possible ways to optimize the JVM. Optimize the JVM for 3 requirement ആണുള്ളത്: സ്പേസ്, പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫ്. ഓക്കെ, സോ വാട്ട് ഇസ് DVM ചോദിച്ചാൽ DVM is Dalvik Virtual Machine. It's something like a JVM, Java Virtual Machine പോലെ തന്നെയാണ്. But it optimize the JVM for space, performance and battery life. അപ്പോൾ ഇതിൽ ഈ സെക്കൻഡ് ഫിഗർ ആണ് നമ്മളുടെ റൺ ടൈമിൽ പഠിക്കാനുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് ഫിഗർ വെച്ചിട്ടുള്ളത്. നോർമലി നമ്മളുടെ ജാവയുടെ കാര്യം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ജാവയിലുള്ള വർക്കിംഗ് എങ്ങനെയാണ്? ജാവയിൽ നമ്മുടെ സോഴ്സ് കോഡ്, സപ്പോസ് a.java എന്നുള്ളൊരു ഫയല്, ആൻഡ് ആ സോഴ്സ് കോഡ് ജാവാസി നമ്മൾ കമ്പൈൽ ചെയ്യുമല്ലോ, ജാവാസി കമ്പൈലറിൽ വെച്ച് കമ്പൈൽ ചെയ്യുമ്പോഴാണ് ഡോട്ട് ക്ലാസ് എന്നുള്ള ഫയൽസ് കിട്ടുക. ഇതിനെയാണ് ബൈറ്റ് കോഡ് എന്ന് പറയാം. ഈ ബൈറ്റ് കോഡാണ് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഈ ബൈറ്റ് കോഡ് ഒരു സിസ്റ്റത്തിൽ കമ്പൈൽ ചെയ്ത ബൈറ്റ് കോഡ് എടുത്തിട്ട് വേറെ സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യാം. നോർമലി നമുക്ക് അങ്ങനെ പറ്റില്ല. അതായത് കമ്പൈൽ ചെയ്യുമ്പോൾ കമ്പൈൽ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ഹൈലി മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ആ ഒരു സിസ്റ്റത്തിന് വേണ്ടി മാത്രമാണ് അത് വർക്ക് ചെയ്യുള്ളൂ, വേറെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യില്ല. പക്ഷെ ജാവയുടെ കേസിൽ അങ്ങനെയല്ല. കമ്പൈൽ ചെയ്ത് കിട്ടുന്ന ഈ ഒരു ഡോട്ട് ക്ലാസ് ഫയല് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഏത് സിസ്റ്റത്തിൽ കൊണ്ടായാലും അത് റൺ ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് ദ സിസ്റ്റം ഹാവ് എ ജാവ വെർച്വൽ മെഷീൻ. അപ്പോൾ ഞാൻ ഈ ഡോട്ട് ക്ലാസ് ഫയൽ ഇനി ജാവ വെർച്വൽ മെഷീനിലേക്കാണ് കൊടുക്കുക. ജാവ വെർച്വൽ മെഷീനിൽ ഒരു 3 പാർട്ടാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഒരു ലോഡർ ഉണ്ട്, ക്ലാസ് ലോഡർ ഉണ്ട്, അതുപോലെ ഒരു ബൈറ്റ് കോഡ് വെരിഫയർ ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു JIT കമ്പൈലർ, ജിറ്റ് കമ്പൈലർ എന്ന് പറയും. സോ ഇതിനെല്ലാം ഒരു ഒപ്റ്റിമൈസിങ്ങും കൂടി തന്നെയാണ് ജിറ്റ് കമ്പൈലർ നടക്കുന്നത്, ആക്ച്വൽ കൺവേർഷൻ. അപ്പോൾ ക്ലാസ് ലോഡർ അത് എടുത്തു, ബൈറ്റ് കോഡ് വെരിഫയർ അതൊന്ന് ബൈറ്റ് കോഡിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഫൈനൽ ദിസ് ജിറ്റ് കമ്പൈലർ കൺവേർട്സ് ദിസ് ബൈറ്റ് കോഡ് ഇൻ ടു ആക്ച്വൽ നേറ്റീവ് മെഷീൻ കോഡ്. സോ ജിറ്റ് കമ്പൈലർ അത് കൺവേർട്ട് ചെയ്ത് കണ്ടില്ല നേറ്റീവ് മെഷീൻ കോഡ് ആക്കി. അതായത് ഇത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്, ഫുൾ സീക്വൻസ് ഓഫ് 0s and 1s ആയിരിക്കും. അപ്പം ഇതാണ് ജാവയിൽ നടക്കുന്ന വർക്കിംഗ്. ആൻഡ് നമ്മൾ മൊബൈൽ സിസ്റ്റംസിലേക്ക് മാറുമ്പോൾ, അതായത് ആൻഡ്രോയിഡ് റൺ ടൈം വരുമ്പോൾ ഇങ്ങനെയാണ്. .java ഫയൽസ് സോഴ്സ് കോഡ് ഉണ്ടാവും, അതിനെ കൺവേർട്ട് ചെയ്ത് ജാവ കമ്പൈലർ ജാവാസി അതിനെ കൺവേർട്ട് ചെയ്തതായി ഈ പ്രോസസ്സ് ഇവിടം വരെ ഡോട്ട് ക്ലാസ് ഫയൽസ് ആയി. ഇനി ഡോട്ട് ക്ലാസ് ഫയൽസിനെ JVM-ലേക്ക് കൊടുക്കുന്നതിന് പകരം another compiler called DEX compiler or DVM. DEX കമ്പൈലർ ആണ് വരുന്നത്. DEX കമ്പൈലർ ഈ ക്ലാസ് ഫയൽസിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് .dex ഫയൽസ് ആക്കും. ആൻഡ് ഈ DEX ഫയൽസ് പിന്നെ ഒരു പാക്കേജിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്, AAPT. പിന്നെ അവർ കഴിഞ്ഞിട്ടാണ് അത് APK ആക്കുന്നത്. നമുക്കറിയാലോ ഈ ആപ്പുകളെല്ലാം APK ഫയൽസ് ആയിട്ടാണ് കിട്ടുക. ആൻഡ്രോയിഡ് ആപ്സ് എല്ലാം APK .exe എന്നൊക്കെ നമ്മൾ എക്സിക്യൂട്ടബിൾ ഫയൽ പറയുന്ന പോലെ ഇത് .apk എന്നുള്ള ഫയലായിട്ടാണ് കിട്ടുക. അപ്പോൾ APK ആക്കുന്നത് ഒരു പാക്കേജിങ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ആണ് റൺ ടൈമിൽ നോക്കേണ്ട ഫിഗർ. സോ ദിസ് ഇസ് എ വർക്കിംഗ്. ദ ജാവാസി ടൂൾ കമ്പൈൽസ് ദ ജാവ സോഴ്സ് ഫയൽ ഇൻ ടു ക്ലാസ് ഫയൽ ആക്കി. ദ DX ടൂൾ takes all the class files of your application and generates a single DEX file. അപ്പോൾ ക്ലാസ് ഫയൽസ് എല്ലാം എടുത്ത് ഒരു DEX ഫയൽ ആക്കി. ഇറ്റ് ഇസ് എ പ്ലാറ്റ്ഫോം സ്പെസിഫിക്. അപ്പോൾ
ഡെക്സ് ഫയൽ എന്ന് പറയുന്നത് ഇനി കിട്ടുന്നത് പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആണ്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ AAPT എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് അസറ്റ് പാക്കേജിംഗ് ടൂൾ ആണ്. ഇത് ഹാൻഡിൽസ് ദ പാക്കേജിംഗ് പ്രോസസ് ആൻഡ് ജനറേറ്റ്സ് .apk. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ദ ഡാൽവിക് വിർച്വൽ മെഷീൻ ആൻഡ് ആൻഡ്രോയിഡ് റൺ ടൈം. അപ്പോൾ ആൻഡ്രോയിഡ് റൺ ടൈമിൽ നടക്കുന്ന പ്രോസസ്സ് മനസ്സിലായല്ലോ. ക്ലാസ് ഫയൽസിനെ കൺവേർട്ട് ചെയ്ത് ഡെക്സ് ഫയൽസ് ആക്കി മാറ്റി അതിനെ പാക്കേജ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. അപ്പോൾ അടുത്ത ലെയർ, അതായത് തേർഡ് ലെയറിലേക്ക് വന്നു. ആൻഡ് ദ ഫോർത്ത് കമ്പോണന്റ് ഇസ് ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക്. So on the top of native libraries and Android runtime, there is Android framework. Android framework layer, which is written in Java, includes Android APIs such as user interface, telephony, resources, locations, content providers, and package manager. സോ ഈ ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക് ലെയർ ജാവയിലാണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇതിൽ ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസുകളെല്ലാം ഇവിടെയാണ് വരുന്നത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസസ്. ഓക്കെ, അപ്പോൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ലെയറാണ് ഈ ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ ലെയർ. ലൈക്ക് നമ്മുടെ യൂസർ ഇൻ്റർഫേസ്, ടെലഫോണി, റിസോഴ്സസ്, ലൊക്കേഷൻ, കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ ഡാറ്റ ഷെയറിങ്, അങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസിനെയും എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെയറാണ്. ഇതൊക്കെ ഇതിനകത്താണ് പെടുന്നത്. It provides a lot of classes and interfaces for Android application development. So, the following are some of the basic tools with which applications are built. So, application help ചെയ്യുന്ന layer ആണ് this Android framework. So, അതിന് വേണ്ടിയിട്ടുള്ള components ആണ് activity manager is there. So, this activity life cycle of applications are managed here. Then content providers. Content providers ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആൻഡ്രോയിഡിൻ്റെ ഇതിൽ പഠിക്കുന്നതാണ്. അപ്പോൾ നോർമലി കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ഡാറ്റ ഷെയറിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുക. ഡാറ്റ ഷെയറിംഗ് അമംഗ് ആപ്ലിക്കേഷൻസ് ആർ മാനേജ്ഡ് ഹിയർ. ടെലഫോണി മീൻസ് ദ GPS or base station receiver. It manages the location via GPS. Resource manager types, various types of resources used in applications are managed. So the എല്ലാത്തിൻ്റെയും എല്ലാ ആപ്ലിക്കേഷനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെയറാണ് ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക്. And it is written in Java. It's an application program interface. So these are the major tools in this layer. Activity manager, which support activity lifecycle. Content provider, which support data sharing. Telephony manager, which manages the location via GPS. Resource manager, which supports various types of resources. And the last layer and the topmost layer is the applications. On the top of Android framework, there are applications. All applications such as home, contact, setting, game, browser are using Android framework. അതായത് നമ്മളിപ്പോൾ ഫോൺ എടുത്തൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന എല്ലാതും അതാണ് നമ്മളുടെ application layer. So users are interacting directly with this application layers. Here we can see home, contact, settings, different types of applications, games, etc., browsers, etc. And these application layer works because of this Android framework layer. Okay, so these applications are using Android framework, and this Android framework is using the Android runtime and libraries. Okay, Android runtime and native libraries are using Linux kernel. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ലെയറിലാണ് യൂസേഴ്സ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അയാൾ വർക്ക് ചെയ്യണമെങ്കിൽ തൊട്ട് താഴെയുള്ള ലെയറിൻ്റെ സപ്പോർട്ട് വേണം. അതായത് ഏതായിരുന്നു ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്. ആൻഡ് ഈ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് നിൽക്കണമെങ്കിൽ അതിന് താഴെയുള്ള നേറ്റീവ് ലൈബ്രറീസിൻ്റെയും ആൻഡ്രോയിഡ് റൺ ടൈമിൻ്റെയും സപ്പോർട്ട് വേണം. ആൻഡ് ഫോർ ദീസ് നേറ്റീവ് ലൈബ്രറീസ് ആൻഡ് ആൻഡ്രോയിഡ് റൺ ടൈം ടു വർക്ക്, it needs the help of Linux kernel. So the Linux kernel is the base layer upon which all other layers are built. അപ്പോൾ ഇത്രയാണ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്കിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ദീസ് ആർ ദ 5 different components and 4 different layers. Hope the concept is clear. So please don't forget to subscribe and like. Thank you so much.